ഉപാസന. നമുക്കറിയാം, ഉപാസന നമ്മൾ ചെയ്യാത്ത പക്ഷം, ഉപാസന വേണ്ട രീതിയിൽ ആവാത്ത പക്ഷം, വേണ്ട രീതിയിലുള്ള സമർപ്പണ ഭാവം ഉപാസനയിൽ ഇല്ലേ, നമ്മുടെ പഠനവും നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യവും നഷ്ടപ്പെട്ടു. കാരണം വേദത്തിനും വേദാന്തത്തിനും ഒക്കെ ഒരു കൃത്യമായ ശൈലി, ആ ശൈലി ജീവിതത്തിന്റെ ഉപാസനാ രീതികൾ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് മോക്ഷം അഥവാ മുമുക്ഷുത്വത്തിന് അധികാരിയായിട്ട്. ജന്മം കൊണ്ട് മനുഷ്യന് മാത്രമേ മോക്ഷം നേടാൻ കഴിയൂ. അതുകൊണ്ട് മനുഷ്യജന്മം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുന്നായ്മ കൊണ്ടും കുശുപ്പ് കൊണ്ടും താഴെക്കടയുള്ള ചിന്തകൾ കൊണ്ടും നശിപ്പിക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരുടെ ജോലി ഈ കർമ്മം ചെയ്യൽ മാത്രമാണ്. ഇതിന്റെ ഫലത്തെ സംബന്ധിച്ച് എനിക്കിതിന്റെ മുകളിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. എനിക്ക് ചെയ്യാവുന്നത് അത്രയും എനിക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞും അത് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എൻ്റെ കയ്യിലുള്ളതല്ല അത് എന്ന് ഈശ്വര സമർപ്പണം ചെയ്യാനുള്ള ബോധം. ഈ ബോധത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയോ? അത് യഥാർത്ഥമായ സമർപ്പണം അഥവാ ഉപാസന. ദുഃഖമില്ലാത്ത അവസ്ഥയാണ് ആധ്യാത്മികത. താപത്രയങ്ങൾ, പലതരത്തിലുള്ള താപങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടാവും മനുഷ്യൻ. ആ മനുഷ്യ ദുഃഖങ്ങളെ നമുക്ക് പലതായി വേർതിരിക്കാം. ലൗകികമായി സാമ്പത്തികമായ ശേഷിയില്ലായ്മ, ഭൗതികമായ സാഹചര്യങ്ങളില്ലായ്മ, ഇത് ഭൗതികമായ ദുഃഖങ്ങളാണ്. എന്നാൽ അമിതമായ മഴ, ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന വലിയ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അത് മറ്റൊരു തരത്തിലുള്ള ദുഃഖമാണ്. മൂന്നാമത്തെ ദുഃഖം തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളാണ്. തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ താനായി സങ്കല്പിച്ചുണ്ടാക്കുന്ന ദുഃഖത്തിന്റെ കാര്യമില്ലയോ അതിനെ സംബന്ധിച്ച് ദുഃഖിക്കുന്നത് കൊണ്ട് ദുഃഖിക്കാമെന്നല്ലാതെ ആ ദുഃഖത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് ദുഃഖിക്കേണ്ടതിനെ കുറിച്ച് നീ ദുഃഖിച്ചാൽ മതി, ദുഃഖിക്കേണ്ടത് അല്ലാത്തതിനെ കുറിച്ച് ഹേ അർജുന നീ ദുഃഖിക്കരുത് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഈ അർത്ഥത്തിൽ എടുക്കണം. ഇതാണ് ഗീതയുടെ മുഖ്യ സന്ദേശം. ഇതാണ് മുഖ്യ. ഏതെങ്കിലും വസ്തുക്കളോടുള്ള അമിതമായ പ്രിയം, അതിനെയാണ് നമ്മൾ രാഗം എന്ന് വിളിക്കുന്നത്. അമിതമായ പ്രിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാഗം എന്ന് വിളിക്കുന്നത്. അമിതമായ പ്രിയത്തിൽ ഒരു വസ്തു എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തു എനിക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ, രാഗത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നില്ല എങ്കിൽ ദ്വേഷം അഥവാ ദേഷ്യം, ക്രോധം നമ്മെ ഭരിക്കുന്ന അതീവ ദുഃഖമുളവാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് രാഗം, മറ്റൊന്ന് അതിന്റെ അനന്തരഫലമായി വരുന്ന ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിങ്ങനെ പ്രതിയാണ് ഞാൻ ദുഃഖിക്കേണ്ടത്, ഏതിനെ പ്രതിയാണ് ഞാൻ സന്തോഷിക്കുന്നത്? സന്തോഷത്തിന്റെ വഴി എന്താ? സുഖത്തിന്റെ വഴി എന്താ? ആനന്ദത്തിന്റെ വഴി എന്താ? ഈ വഴി തിരഞ്ഞെടുക്കുന്നതാണ് വേദാന്തം.
स्वैश्वानाय प्राणेयो सत्यं 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 सत्यो सत्यो सत्यो